നമസ്കാരം. ഇൻഫോടൈൻമെന്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാലിറ്റി ഷോകളോട് ഈയിടെയായി ആളുകൾക്ക് താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. മത്സരങ്ങളും കലാപ്രകടനങ്ങളും വൈകാരിക പ്രകടനങ്ങളും ഒത്തൊരുമിച്ച് വരുന്നത് കൊണ്ടായിരിക്കാം അവയ്ക്ക് ഇത്രമേൽ സ്വീകാര്യത ലഭിക്കുന്നത്. വിനോദോപാധികളായ പരിപാടികളോടാണ് ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതെന്നാണ് റേറ്റിംഗുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ബിഗ് ബോസ് എന്ന ഷോയാണ് പലപ്പോഴും ഒന്നാമതെത്തുന്നത്. നമുക്കറിയാം, എന്റെ മോൾ ഷൈനിന്റെ നെതർലാൻഡ്സ് ആസ്ഥാനമാക്കിയുള്ള ബിഗ് ബ്രദർ എന്ന ഷോയാണ് ഇന്ത്യയിൽ ബിഗ് ബോസ് എന്ന രീതിയിൽ സംപ്രേഷണം ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ഇത്രയധികം ജനശ്രദ്ധ ലഭിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ബിഗ് ബോസ് എന്നത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. ഒരു കൂട്ടം ആളുകളെ ഒരു വീട്ടിൽ കുറച്ചു ദിവസത്തേക്ക് ഒരുമിച്ച് താമസിപ്പിക്കുന്നു. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവിടെയുള്ള ആളുകളെ മാത്രം കണ്ടുകൊണ്ടാണ് അവർ പിന്നീട് ജീവിക്കേണ്ടി വരുന്നത്. അതുവരെ അവരെ നയിച്ചിരുന്ന ചിന്തകളായിരിക്കില്ല ഒരുപക്ഷെ അപ്പോൾ അവരെ നയിക്കുക. പുറം ലോകത്ത് ഒരുപക്ഷെ ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടേണ്ട സാഹചര്യം അവർക്കുണ്ടായിരിക്കില്ല. എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയതിനു ശേഷം കുറച്ച് ഭക്ഷണത്തിന് വേണ്ടിയോ ചെറിയ ചെറിയ ടാസ്കുകളുടെ പേരിലോ ഒക്കെ മറ്റുള്ളവരുമായി അവർക്ക് തർക്കിക്കേണ്ടി വരുന്നു. എനിക്ക് ജയിക്കണം എന്ന ഓരോരുത്തരുടെയും ചിന്ത പലതരം പ്രതികാരങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ചിലരൊക്കെ വൈകാരികമായി തളരും തോറും വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നവരെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങുന്നു. മറ്റു ചിലരാവട്ടെ ആജീവനാന്തം പ്രതികാര മനോഭാവത്തോടു കൂടി ജീവിച്ചേക്കാം എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നു. അങ്ങനെ സ്നേഹവും പ്രണയവും വഞ്ചനയും ഒക്കെയായി ജീവിക്കുന്ന ആ മനുഷ്യരെയാണ് മറ്റൊരു വിശാലമായ ലോകത്തിരുന്ന് നാം കാണുന്നത്. TD രാമകൃഷ്ണന്റെ ആൽഫ എന്നൊരു മലയാളം നോവലുണ്ട്. ബിഗ് ബോസിന് സമാനമായ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് ആ നോവലിലെ പ്രൊഫസർ ബാനർജി നടത്തുന്നത്. മുൻകാല ജീവിതത്തിലെ ബന്ധങ്ങളും അനുഭവങ്ങളും അറിവുകളും എന്തിന് അതുവരെ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ പോലും ഉപയോഗിക്കാതെ മറ്റൊരു ദ്വീപിലേക്ക് അവരുടെ ജീവിതത്തെ മാറ്റി നടപ്പെടുകയാണ്. അതിനുശേഷം അവർക്കുണ്ടാകുന്ന മൃഗീയ വാസനകളെ കുറിച്ചാണ് നോവൽ ചർച്ച ചെയ്യുന്നത്. സമാനമായ അനുഭവം തന്നെയായിരിക്കും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും അനുഭവപ്പെടുന്നുണ്ടാവുക എന്നാണ് തോന്നുന്നത്. കാരണം പുറം ലോകത്തിരുന്ന് കാണുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് തോന്നുന്നവയ്ക്ക് വേണ്ടിയാണ് അവർ വൈകാരികമായി പ്രതികരിക്കുന്നതും വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്നതും എല്ലാം. ഒളിഞ്ഞുനോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദമാണ് മറ്റൊന്ന്. നമ്മളെപ്പോലെയാണോ മറ്റുള്ളവരും എന്നറിയാനുള്ള ജിജ്ഞാസയാണ് ഒളിഞ്ഞുനോട്ടത്തിലേക്ക് നയിക്കുന്നത് എന്ന് തോന്നുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഭാഗമായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഒരു പരസ്യം ഒളിഞ്ഞുനോട്ടത്തെ ഒട്ടും വൾഗാരിറ്റി ഇല്ലാതെ അവതരിപ്പിച്ച ഒന്നായിരുന്നല്ലോ. ഒളിഞ്ഞുനോട്ടത്തിൽ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ബിഗ് ബോസ് പോലെയുള്ള ഷോകൾ കാണാനുള്ള താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് ഒളിഞ്ഞുനോട്ടം എന്ന ശീലത്തെ പ്രോത്സാഹിപ്പിച്ചല്ലേ അവർക്ക് പറ്റും. സ്ക്രിപ്റ്റ് അനുസരിച്ചല്ല മത്സരാർത്ഥികൾ പെരുമാറുന്നത് എന്നതാണ് ബിഗ് ബോസിന്റെ മറ്റൊരു പ്രത്യേകത. ഓരോ സമയങ്ങളിലും അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ, യഥാർത്ഥ വികാരങ്ങൾ ആണ് പുറത്തു വരുന്നത്. ഓരോരുത്തരുടെയും സ്വഭാവം പുറത്തു വരുത്തുന്ന രീതിയിലാണ് ആ ഷോ സംവിധാനം ചെയ്തിരിക്കുന്നത് തന്നെ. അതിലെ ഓരോ ടാസ്കുകളും നടത്തുന്നത് അവരുടെ ഉള്ളിലെ കഴിവുകളും ഉള്ളിലെ വയലൻസും പുറത്തു കൊണ്ടുവരുന്ന രീതിയിലാണ്. ഇത് കാണുന്ന പ്രേക്ഷകർക്കും അവർ അതിൽ പങ്കെടുക്കുകയാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നു. നമ്മുടെ വീക്ഷണങ്ങളോട് കൂടുതൽ ചേർന്നു നിൽക്കുന്ന, നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്ന ഒരാളോട് താതാത്മ്യം പ്രാപിക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയുന്നു. അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മളും പ്രതികരിക്കണം എന്ന തോന്നലുണ്ടാവുന്നു. ഇത്തരത്തിൽ പങ്കെടുക്കുന്നവരുടെയും കാണുന്നവരുടെയും വികാരങ്ങളെ ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അതുകൊണ്ടാണ് മത്സരാർത്ഥികളുടെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ ചേരിതിരിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായി മാറുന്നത്. PR വർക്കേഴ്സിനെ കുറിച്ചല്ല ഇവിടെ സൂചിപ്പിച്ചത്. ധനലാഭത്തിന് വേണ്ടി അല്ലാതെ മത്സരാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെയാണ്. മറ്റൊന്ന്, നമ്മളെ അറിയാവുന്ന ആളുകളെ മാത്രമല്ല നാം സ്നേഹിക്കുന്നത് എന്നതാണ്. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളോടും മറ്റും നമുക്ക് ഇഷ്ടം തോന്നുന്നത് ഈ രീതിയിലാണ്.
അവർക്ക് നമ്മളെ ഒരു പരിചയവും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നു. ഈ ഒരു പ്രത്യേക തരം നിസ്വാർത്ഥത മനുഷ്യരിൽ മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇത്തരത്തിൽ ചില വൈകാരിക നിക്ഷേപങ്ങൾ അഥവാ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് പലരിലും നമ്മൾ നടത്തുന്നുണ്ട്. ബിഗ് ബോസ് മത്സരാർത്ഥികളോടും താതാത്മ്യപ്പെടലിന്റെ ഭാഗമായി ഇത്തരമൊരു ബന്ധമാണ് നാം കാത്തു സൂക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന പലതരം ചോദനകളെയാണ് ബിഗ് ബോസ് പോലെയുള്ള ഷോകൾ ഇളക്കിവിടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബിഗ് ബോസ് എന്ന ഷോയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുമല്ലോ. നന്ദി.